ബിഗ് ബോസ് സീസൺ 8 തൂക്കാൻ പോകുന്ന അൻവിൻ ജോസ് ആണ് എന്നുള്ള ഇതിൽ കുറച്ചധികം പോസ്റ്റുകൾ നമ്മൾ എന്തായാലും ഇപ്പൊ കാണാറുണ്ടല്ലേ. കാര്യം നമുക്കറിയാം അൻവിൻ ജോസിന് ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അൻവിൻ ജോസിനെ കുറിച്ച് അധികം അറിയാൻ പാടാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ജസ്റ്റ് ഒരു വൺ ലൈനിൽ പറയുകയാണെങ്കിൽ യു കെയിൽ പോയി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബിസിനസ് ഒക്കെ ചെയ്ത് കോടീശ്വരനായി മാറി ഒരു 28-ാം വയസ്സിൽ തന്നെ അതിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയി അത്തരത്തിൽ നല്ല രീതിയിലൊരു ലക്ഷറിയസ് ലൈഫുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു അൻവിൻ ജോസ്. അതാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിലൂടെയും മറ്റൊക്കെ എന്തായാലും അദ്ദേഹത്തിനെ കുറിച്ച് കാണുന്ന ഓഡിയൻസിലേക്ക് കൊടുത്തൊരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അതായിരുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിനെതിരെ ഒരു വീഡിയോ ഒരു ചെറുപ്പക്കാരൻ ഇടുകയും അദ്ദേഹം ഒരു ഫേക്ക് ആണ്, അദ്ദേഹം ഇത്തരത്തിൽ പണക്കാരനൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു 21-ലധികം കാറുകൾ തനിക്കുണ്ടെന്നൊക്കെയാണ്. പക്ഷെ അത്ര ഒന്നുമില്ല, ആകെ 2 കാറുകളുള്ളൂ. അതിനകത്ത് ഒരു കാർ ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കിടന്നിട്ട് അത് എടുക്കാൻ പോലും കാശില്ലാത്ത രീതിയിലൊക്കെയാണ് പോകുന്നത് എന്നുള്ള ഇതിലൊക്കെ പറയും. ഇതിനെ എതിർത്തുകൊണ്ട് ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള റിപ്ലൈയോ കാര്യങ്ങളൊന്നും അൻവിൻ ജോസിന്റെ അടുത്ത് ഇതുവരെ എന്തായാലും വന്നിട്ടില്ല. അപ്പൊ അൻവിൻ ജോസ് എങ്ങനെ ബിഗ് ബോസ് ഹൗസുമായിട്ട് കണക്ട് ആയിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്തായാലും ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താൻ എന്തായാലും നാട്ടിലേക്ക് വരാൻ പോവുകയാണ്, അവിടെ എന്തായാലും ബിസിനസ് ഒക്കെ നോക്കാൻ പോവുകയാണ് എന്നൊക്കെ എന്തായാലും അദ്ദേഹം എന്തായാലും ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കേസ് ഒന്നുമല്ല. ഒരുപാട് ബിസിനസ്സുകാർ ഇപ്പൊ നിലവിലുണ്ട്. ഒരുപാട് ബിസിനസ്സുകൾ ഇങ്ങനെ ഡേ ബൈ ഡേ ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത് സക്സസ് ആക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഓപ്പൺ ആക്കുന്നതിന്റെ ഒരു 90% കൂടുതലും ഫെയിലിയർ ആയിട്ട് പോകുന്നതാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഈ ബിസിനസ്സിന് നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഒരു ബിസിനസ് ഒരു ഇനോഗ്രേഷൻസിനൊക്കെ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ ബിഗ് ബോസ് മത്സരാർത്ഥികളെയൊക്കെ വെച്ചിട്ട് ഇനോഗ്രേഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്താനും കാര്യങ്ങളൊക്കെ വേണ്ടി തന്നെയാണ്. അപ്പൊ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിന് ഇത്തരത്തിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു റീച്ച് എത്രത്തോളം ആയിരിക്കും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇദ്ദേഹത്തിന്റെ റീച്ച്, ഇദ്ദേഹത്തിന്റെ ഫാൻ ബേസ് എന്നൊക്കെ പറഞ്ഞ് ചില്ലറ നമ്പർ ഒന്നുമില്ല. കാര്യം അത്രയധികം ഒരു നല്ലൊരു നമ്പർ ഓഫ് ഫോളോവേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ആൾ തന്നെയാണ് അൻവിൻ ജോസ്. അതായത് നല്ല രീതിയിൽ തന്നെ ഈ ആൾക്കാരിലേക്ക് തന്റെ പ്ലാൻ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് എത്തിക്കാനും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കാനും ഇത്രയധികം ജനങ്ങളെ പറയുന്ന ഷോസോ കാര്യങ്ങളൊന്നുമില്ല, റിയൽ ലൈഫിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയധികം ഫാൻ ബേസിനെ ഉണ്ടാക്കിയെടുക്കാൻ അൻവിൻ ജോസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലത്തെ ഒരു ഷോയിൽ ഒരു 100 ദിവസത്തേക്ക് വരികയാണെങ്കിൽ ഒരു പ്രോപ്പർ പ്ലാനുമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കാനും ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിനെ കയ്യിലെടുക്കാനും എല്ലാം കഴിവുള്ള ഒരാൾ തന്നെയാണ് അൻവിൻ ജോസ് എന്ന് നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് ഓഫ് സീസൺ 7 തീരുന്ന സമയത്ത് മൈജി ഷാജിയുമായിട്ടുള്ള ഒരു ഫോട്ടോയും എല്ലാം ഇദ്ദേഹം ഷെയർ ചെയ്തിരുന്നു. അത് കൊള്ളാൻ പഠിച്ചിട്ട് മൈജി ഷാജിയുടെ ഒരു പ്രൊഫൈലും ആ ഫോട്ടോ എന്തായാലും ഇപ്പൊ കാണാവുന്നതാണ്. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു റീച്ച് ആയിക്കോട്ടെ, ഇദ്ദേഹത്തിനുള്ള കോൺടാക്ട്സ് ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു എൻട്രി കിട്ടുക എന്ന് പറയുന്നത് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. കാര്യം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നല്ല രീതിയിൽ ഓഡിയൻസിനെ കയ്യിലെടുക്കാനും എല്ലാം അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് ഹൗസ് പോലത്തെ ഒരു ഷോയിലേക്ക് ഒരു എൻട്രി എന്ന് പറയുന്നത് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമല്ല.